സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മുടെ 11ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ക്ലാസ് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾ ടെലഗ്രാം എടുത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് മിസ്സാവാതിരിക്കാൻ മസ്റ്റായിട്ടും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി 10 പാർട്ട് വീഡിയോ കഴിഞ്ഞു അല്ലേ. ഇന്ന് 11ാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ 22ാമത്തെ ടൈപ്പ് ചോദ്യം മുതലാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ന് വീഡിയോ അവൈലബിൾ അല്ല, ഓഡിയോ മാത്രമേ ഉള്ളൂ. അതായത് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഞാൻ. ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠിത്തം നിന്ന് പോവാതിരിക്കാനാണ് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നത്. അതൊന്നും സാരമില്ല, പഠിത്തം മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. 22ാമത്തെ ടൈപ്പ് ചോദ്യത്തിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാർ കൊടുത്തേക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ. ചോദ്യം നിങ്ങൾ കണ്ടോ? ചോദ്യം എന്താ? 250 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എത്ര? അല്ലേ, 250 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം, 250 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ കാണും. 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 6ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 6, 12, 18, 24. ഈ 6ൻ്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ട് ഹരിക്കാൻ കഴിയും, ആണോ? അപ്പോൾ 250 വരെയുള്ള സംഖ്യകളിൽ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം കിട്ടും, ആണോ? അപ്പോൾ 250 വരെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്നറിയാൻ 250നെ 6 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, ആണോ? 250/6 ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? 250/6 ചെയ്യുമ്പം നമുക്ക് 41 സംതിങ് കിട്ടും അല്ലേ. അതിൽ പൂർണ്ണസംഖ്യ മാത്രം എടുത്താൽ മതി. ആൻസർ 41. ക്ലിയർ ആണോ? നമ്മൾ 250നെ 6 കൊണ്ടങ്ങ് ഹരിക്കുക അല്ലേ. 6 കൊണ്ട് ഹരിക്കുമ്പം 6 4 24, ആണോ? ബാക്കി ശിഷ്ടം 1 10. 10ൽ 6 ഒരു തവണയും കൂടെ, ബാക്കി ശിഷ്ടം 4. ഈ ശിഷ്ടം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കേൾക്കുന്നുണ്ടോ? ഹരണഫലം മാത്രം എടുത്താൽ മതി. അപ്പോൾ 250 വരെയുള്ള സംഖ്യകളിൽ 6ൻ്റെ 41 മൾട്ടിപ്പിൾസ് ഉണ്ട്. അതായത് 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം 41. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ട രീതി മനസ്സിലായോ? 250 വരെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 250 വരെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കണം അല്ലേ. 6ൻ്റെ മൾട്ടിപ്പിൾസ് എത്രയാണെന്നറിയാൻ 250നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഹരണഫലം എടുത്താൽ മതി. ശിഷ്ടം കൊണ്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 41 എണ്ണം. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, 400 വരെയുള്ള സംഖ്യകളിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം, ആണോ? 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ആണോ? 9, 18, 27 അല്ലേ. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ 9ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി, ആണോ? അതിന് 400നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 400നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാലോ. 9ഉം 40ഉം വെട്ടിക്കളയാം, ആണോ? 9, 4, 36. ശരിയാണോ? ബാക്കി ശിഷ്ടം 4. 40ൽ വീണ്ടും 4 തവണ ബാക്കി ശിഷ്ടം വരും. അത് മൈൻഡ് ചെയ്യേണ്ട, ഹരണഫലം മാത്രം എടുത്താൽ മതി. 44 എന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ? അപ്പം 400 വരെയുള്ള സംഖ്യകളിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ 400നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 44 സംഖ്യകളുണ്ട്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം എത്ര? ഇതല്ലേ ചോദ്യം. 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. മക്കളെ, 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയണം.
അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 24. 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ 24ൻ്റെ മൾട്ടിപ്പിൾസാണ്. 24, 48, 72 എക്സെട്ര. ഒന്നുകൂടെ പറയാം. എനിക്ക് 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണമാണ് വേണ്ടേ. 6 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റിയാൽ പോരാ, 8 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റിയാൽ പോരാ, 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അല്ലേ. 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ അതിൻ്റെ LCM ആയിട്ടുള്ള 24 ആണ്. 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ബാക്കി സംഖ്യകൾ ആ LCMൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതായത് 24, 48, 72 എക്സെട്ര. അപ്പോൾ 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ 550 വരെ 24ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 24ൻ്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റും. അതിന് 550 എന്ത് ചെയ്യണം മക്കളെ? 24 ചെയ്യണം. നമുക്ക് 22 എന്ന് കിട്ടും. ശിഷ്ടമുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട, ഹരണഫലം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ഞുങ്ങളെ 22 ആണ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ചോദ്യമാണ്, ശ്രദ്ധിച്ചോണം. 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ പറ്റണം. 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ അതിൻ്റെ LCM ആയിരിക്കും. 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ബാക്കി സംഖ്യയിൽ ഈ LCMൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 24ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 24ൻ്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി 550 വരെ 24ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കണം. 550/24 ഉത്തരം 22 എന്ന് കിട്ടും. മുന്നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. 200നും 600നും ഇടയിലുള്ള സംഖ്യകളിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. മക്കളെ, ഇടയിലുള്ള എന്നതിൻ്റെ അടിയിൽ വരച്ചിട്ടേ ശ്രദ്ധിക്കണം. ഇടയിലുള്ള എന്നതിൻ്റെ അടിയിൽ വരച്ചിടുക. ചോദ്യം: 200നും 600നും ഇടയിലുള്ള സംഖ്യകളിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ ഇടയിൽ ഉള്ള എന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ 200നും 600നും ഇടയിലുള്ള എന്ന് പറഞ്ഞാൽ 200ഉം 600ഉം വേണ്ട എന്നാ, അതിനിടയിലുള്ള സംഖ്യകൾ മതി അല്ലേ. അതിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്നറിയാൻ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം 200നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കേൾക്കണുണ്ടോ? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം 200 ഡിവൈഡഡ് ബൈ 7 നമുക്ക് 28 എന്ന് കിട്ടും. നമുക്കറിയാം ഹരണഫലം മാത്രം എടുത്താൽ മതി, ശിഷ്ടം വേണ്ട. ഓക്കെ, ഇനി 600/7 അല്ല ചെയ്യേണ്ടത്, ഒന്ന് കുറയ്ക്കണം. എപ്പോഴും 599/7 ചെയ്യണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 200 വരെ 7ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് അറിയാനാണ് 200നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അതെത്രയാ? 28 എണ്ണം. ഇനി 600 വരെ 7ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കുന്നതിന് പകരം ഒന്ന് കുറച്ചിട്ട് 599 വരെ 7ൻ്റെ മൾട്ടിപ്പിൾ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പം 599/7 ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 85 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഒന്നുമില്ല, ഈ 85ന്ന് 28 കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. 85ന്ന് 28 കുറച്ചാൽ മക്കളെ നമുക്ക് 57 എന്നുത്തരം കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 57 ആണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചേ. 200നും 600നും ഇടയിലുള്ള സംഖ്യകളിൽ എന്ന് വന്നാൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ 200 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണം. അതിന് 200/7 ചെയ്യാം. അപ്പോൾ 28 എണ്ണം എന്ന് കിട്ടും. ഓക്കെ, ഇനി 600 വരെ അല്ല 599 വരെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 599/7 85 എണ്ണം എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 200നും 600നും ഇടയിൽ എത്രയുണ്ടെന്നറിയാൻ ഈ 85ന്ന് 28 കുറയ്ക്കുന്നതാണ് ഉത്തരം 57. ഒന്ന് കുറച്ച് ചെയ്യുക, മറക്കാതിരിക്കുക കേട്ടോ.
അപ്പം ഇങ്ങനെ വന്നാൽ ഒന്ന് ശ്രദ്ധിച്ചോ, എക്സിനും വൈക്കും ഇടയിൽ, കണ്ടോ ഇടയിൽ, കണ്ടോ എക്സിനും വൈക്കും ഇടയിൽ ഇസഡ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ എക്സിനെ ഇസഡ് കൊണ്ട് നേരെ ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇനി വൈയെ ഒന്ന് കുറച്ചിട്ട് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടുന്ന ഉത്തരങ്ങളുടെ വ്യത്യാസം എടുക്കുക. അതാ ചെയ്യേണ്ടത്. എപ്പോഴും ഒന്ന് കുറയ്ക്കുന്ന കാര്യം മറക്കാതിരിക്കുക. കേൾക്കണുണ്ടോ മക്കളെ? അപ്പോൾ 200-നും 600-നും ഇടയിലുള്ള, റൗണ്ട് ചെയ്തിടുക, ഇടയിലുള്ള സംഖ്യകൾ 200-ഉം 600-ഉം വേണ്ട. അതിൽ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 200/7 ചെയ്യുക, ഒരു ഉത്തരം കിട്ടും. 599/7 ചെയ്യുക, ഉത്തരം കിട്ടും. അതിൻ്റെ വ്യത്യാസം എടുക്കുക. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഇങ്ങനെയേ ചെയ്യാവുള്ളൂ. എല്ലായിടത്തും ഉത്തരം ശരിയാകണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ മെത്തേഡ് ചെയ്യണം. ഇവിടെ തന്നെ വേറെ പല ഉടായ്പൊക്കെ ചെയ്യാം. ഈ ഡിഫറൻസ് 400/7 ചെയ്യാം. അത് എല്ലായിടത്തും ശരിയാവില്ല. അതുകൊണ്ട് എല്ലായിടത്തും ശരിയാവണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ശ്രദ്ധിച്ചോ. 100-നും 400-നും ഇടയിലുള്ള, കണ്ടോ ഇടയിലുള്ള എന്നാണേ. അപ്പം 100-നും 400-നും ഇടയിലുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണമല്ലേ. ആദ്യം 100/6 ചെയ്യണം. ആണോ മക്കളെ? 100/6 നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. അപ്പം 100 വരെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം 16. ഇനി 400/6 അല്ല, ഒന്ന് കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. 399/6 ചെയ്യണം. ആണോ? 399/6 ചെയ്യുമ്പം നമുക്ക് 66 എണ്ണം എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പം 100 വരെ 6 എണ്ണം, 399 വരെ 66 എണ്ണം. അപ്പോൾ ഇതിനിടയ്ക്ക് എത്രയുണ്ട് എന്നറിയാൻ 66-ൽ നിന്ന് 16 കുറച്ചാൽ മതി. എത്രയാണ് നമ്മുടെ ആൻസർ? 50 എന്ന് കിട്ടും. മക്കളെ, നമ്മുടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇടയിലുള്ള എന്ന് വന്നാൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, മറക്കരുത്. ശരി, എങ്കിൽ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം കുറച്ച് വ്യത്യാസമുണ്ട്. 200 മുതൽ 500 വരെ, ഇങ്ങനെയാണ്, ഇടയിലുള്ള എന്നല്ല. 200 മുതൽ 500 വരെയുള്ള സംഖ്യകളിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. ആണോ? 200 മുതൽ എവിടം വരെ? 500 വരെ. കണ്ടോ? അപ്പോൾ 200-നും 500-നും ഇടയിൽ എന്നല്ല, 200 മുതൽ 500 വരെ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ വരുമ്പം ചെയ്യേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. 200 മുതൽ 500 വരെ എന്ന് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് 200-ൽ നിന്ന് 1 കുറയ്ക്കുക, 199. അതിനെ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 199-നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുമ്പം 22 എണ്ണം സംഖ്യകളുണ്ട്. 9-ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് കിട്ടും. ഇനി 500 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 500/9 ചെയ്യുക. ഓക്കെ അല്ലേ? 500/9 ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? 55 എണ്ണം എന്ന് കിട്ടും. ഹരിക്കുമ്പോൾ ഹരണഫലം മാത്രം, ശിഷ്ട മൈൻഡ് ചെയ്യേണ്ട. ഇനി എത്ര എണ്ണം ഉണ്ടെന്നറിയാൻ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. 55 മൈനസ് 22. ക്ലിയർ ആണോ? 55 മൈനസ് 22, നമ്മുടെ ഉത്തരം 33 എന്ന് വരും. സോ ആൻസർ 33 ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് 200 മുതൽ 500 വരെ ഇങ്ങനെ വരുമ്പോഴാണ്. 200 മുതൽ 500 വരെ, കണ്ടോ? ഇങ്ങനെ ഇന്നത് മുതൽ ഇന്നത് വരെ അങ്ങനെ വരുമ്പോഴാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്നത്. വ്യക്തമല്ലേ? ഇടയിലുള്ള എന്ന് പറഞ്ഞു വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് തൊട്ടു മുമ്പ് പഠിച്ചു. ഇടയിലുള്ള എന്ന് പറഞ്ഞല്ല, പകരം 200 മുതൽ 500 വരെ ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ 200/9 അല്ല ചെയ്യേണ്ടത്, 1 കുറയ്ക്കുക, 199/9 ചെയ്യണം. അപ്പോൾ 22 എണ്ണം. 500/9 ചെയ്യണം, അപ്പോൾ 55 എണ്ണം. ഇനി അതിൻ്റെ ഡിഫറൻസ് എടുത്ത ഉത്തരം കിട്ടും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പഠിച്ചോണം, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാവേ.
കൺഫ്യൂഷൻ ഒന്നും വരരുത്. ഈ ഒരു ടൈപ്പ് കുറച്ചൊരു കൺഫ്യൂഷനാകാൻ സാധ്യതയുള്ളതാണ്. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. 250 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. 250 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം കാണാൻ പറഞ്ഞാലേ 250 വരെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം 6ൻ്റെ മൾട്ടിപ്പിൾസിനെ എല്ലാം 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. ആണോ? അപ്പം ഞാൻ 250 വരെ 6ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് അറിയാൻ 250നെ 6 കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിച്ച് കഴിയുമ്പോഴുള്ള ഹരണഫലമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പം 41 എണ്ണം സംഖ്യകളുണ്ട് 250 വരെ 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ. 400 വരെയുള്ള സംഖ്യയിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 400 വരെ 9ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതിന് 400നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഹരണഫലം 44 എന്ന് കിട്ടി. ശിഷ്ടം മൈൻഡ് ചെയ്യണ്ട. 44 എണ്ണം സംഖ്യകളുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം കുറച്ച് വ്യത്യാസമുണ്ട്. 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണമാണ്. ശരിയല്ലേ? 550 വരെയുള്ള സംഖ്യകളിൽ 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയണം. അതാണ് അവർ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. മക്കളെ, 6 കൊണ്ടും 8 കൊണ്ടും ഒരുമിച്ച് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ അതിൻ്റെ LCM ആയിരിക്കും എപ്പോഴും. 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ ഈ LCMൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ 24, 48, 72 അങ്ങനെയാണ് 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ബാക്കി സംഖ്യകൾ. അപ്പോൾ 6 കൊണ്ടും 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 550 വരെ 24ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ആണോ? അതിന് 550നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു 22 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസമുണ്ട്. 200നും 600നും ഇടയിലുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 200നെ 7 കൊണ്ട് ഹരിക്കുക, അല്ല 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എണ്ണം. 200നെ 7 കൊണ്ട് ഹരിക്കുക, ഒരു ഉത്തരം കിട്ടും. 599നെ ഒന്ന് കുറച്ചിട്ടാണ് 7 കൊണ്ട് ഹരിക്കേണ്ടത്. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഉത്തരം. ഇടയിലുള്ള എന്ന് വരുമ്പോൾ കണ്ടോ. അടുത്ത ചോദ്യം അങ്ങനത്തെ തന്നെ. 100നും 400നും ഇടയിലുള്ള സംഖ്യയിൽ 6 കൊണ്ട് നിശേഷം. അപ്പോൾ 100/6 ചെയ്യണം, ഉത്തരം കിട്ടും. 399/6 ചെയ്യണം, അത് ഉത്തരം കിട്ടും. അതിൻ്റെ വ്യത്യാസം എടുക്കണം. ഇനി 200 മുതൽ 500 വരെ, ഇത് അടുത്ത രീതിയാണ്. ഇത് മുതൽ 500 വരെ ഇങ്ങനെ വരുമ്പം 200/9 അല്ല ചെയ്യേണ്ടത്, ഒന്ന് കുറയ്ക്കുക. ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. 199/9 ഒരു ഉത്തരം കിട്ടും. 500 അങ്ങനെ തന്നെ എഴുതാം. 500/9 ഒരു ഉത്തരം കിട്ടും. അതിൻ്റെ വ്യത്യാസം എടുക്കാം. ഇതാണ് പ്രോപ്പർ വേ. എല്ലായിടത്തും ശരിയാകണമെങ്കിൽ ചെയ്യേണ്ട രീതി. മറക്കരുത്, തെറ്റിക്കരുത്. ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് 23 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് 23ൻ്റെ ഹെഡിങ് ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് കൊടുക്കുക. അപ്പം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാനുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ സംഭവം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. മക്കളെ, 23 × 54 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം ഏതാണ്? 23 × 54 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം. ഇത് ഗുണിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടില്ലേ? അതിൻ്റെ അവസാനത്തെ അക്കം ഏതാ? എങ്ങനെ കണ്ടുപിടിക്കും? 23ഉം 54ഉം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം നമുക്കറിയാം. 23ഉം 54ഉം കൂടെ ഗുണിക്കുമ്പം 1242 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2ആണ്. ഇത് ഗുണിച്ച് നോക്കാതെ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെയാ? ഇവിടെ ഈ 23ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3ഉം 54ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4ഉമാണ് അല്ലേ? ഇത് തമ്മിലും ഗുണിക്കുക. 3 × 4 12. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 2. കണ്ടോ? അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 248 × 567 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ചോദിച്ചാൽ ഗുണിച്ച് സമയം കളയണ്ട. പകരം ഇവിടെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഈ 7ഉം 8ഉം കൂടെ ഗുണിക്കുക. 7 8 56. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. അപ്പം ഇത്തരം സംഖ്യകൾ ഗുണിക്കാൻ വരുമ്പോൾ ചെയ്യാനറിയാമല്ലോ. ഓക്കെ, ഇനി 2-3 എണ്ണം വന്നാലോ. 56 ×
43 ഇൻറ്റു 27. ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം കാണാൻ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 6ഉം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 3ഉം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായ 7ഉം കൂടെ ഗുണിക്കണം അല്ലേ? അപ്പോൾ കിട്ടുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും ഉത്തരം. അപ്പം 6ഉം 3ഉം ഗുണിക്കുക ആദ്യം. അപ്പോൾ 18 കിട്ടിയില്ലേ? ഓക്കെ. ആ 8ഉം ഈ 7ഉം കൂടെ ഗുണിക്കുക. 7 8 56 കിട്ടി. അപ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ ഡിജിറ്റായ 6 ആയിരിക്കും ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ. ഇങ്ങനെ ചെയ്യാം. ടെക്നിക്ക് മനസ്സിലായോ? ഈ 6ഉം ഈ 3ഉം കൂടെ ഗുണിക്കുക. 6 3 18. ഒറ്റയുടെ സ്ഥാനത്ത് 8 വന്നു. ഈ 8ഉം 7ഉം കൂടെ ഗുണിക്കുക. 7 8 56. ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നു. അപ്പോൾ ഇത് 3ഉം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. ഇങ്ങനെ ചെയ്യാം. ഓക്കെ. വേറെ 1-2 എക്സാമ്പിളും കൂടെ ചെയ്യിപ്പിക്കാം. ശ്രദ്ധിച്ചോ. 47 ഇൻറ്റു 32 ഇൻറ്റു 54 ഇൻറ്റു 63. ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ ഇവിടെ 7ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 4ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം ഈ 7ഉം 2ഉം കൂടെ ഗുണിക്കുക. 14 കിട്ടി അല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 4 വന്നു. ഈ 4ഉം 4ഉം കൂടെ ഗുണിക്കുക. 16 കിട്ടി. ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 6 വന്നു. ഈ 6ഉം 3ഉം കൂടെ ഗുണിക്കുക. 18 കിട്ടി. ഒറ്റയുടെ സ്ഥാനത്ത് ഏത് വന്നു? 8 വന്നു. അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്സാമിനെ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് വെച്ചോണം, പഠിച്ച് വെച്ചോണം. മായ്ക്കുവാണ്. ഇനി ഇത്തരം ചോദ്യങ്ങൾ വരും. ഇനി പവറായിട്ടുള്ളതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ പറയും. ഉദാഹരണം 43⁻12. കണ്ടോ? ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് ചോദിക്കും. കണ്ടോ? 43⁻12 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 43⁻12 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? 43 ഇൻറ്റു 43 ഇൻറ്റു 43 ഇൻറ്റു അങ്ങനെ 12 തവണ 43 ഗുണിക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? ആണ്. അതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ആണ്. അല്ലെങ്കിൽ 157⁻13 അല്ലെങ്കിൽ 113. ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏത്? 157⁻113 എന്ന് പറഞ്ഞാൽ 157നെ 113 തവണ ഗുണിക്കുക എന്നല്ലേ അർത്ഥം? അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ, ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? 157നെ 113 തവണ ഗുണിച്ച് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുക പോസിബിൾ ആണോ? അല്ല. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ അവിടെ ഒരു മെത്തേഡ് പഠിക്കണം. ആ മെത്തേഡാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശരി, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. നോട്ടിങ്ങനെ ഇരിക്കെ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 1 5 6 ഇവയിലേതെങ്കിലും ആയാൽ, ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 1 5 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെയായിരിക്കും. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 1 5 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇപ്പം ഒരു സംഖ്യ 30, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 അല്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും അതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 30⁻12 എന്ന് എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 ആയിരിക്കും. 30⁻28 എന്ന് എഴുതിയാലും 128 എന്ന് എഴുതിയാലും എല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 വന്നാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും
ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. ഇതുപോലെയാണ് 1നും 5നും 6നും. ഉദാഹരണം 41 അല്ലെങ്കിൽ 141 അല്ലെങ്കിൽ 441 അപ്പോൾ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 അല്ലേ? അതിൻ്റെ മുകളിൽ നിങ്ങൾ ഏത് പവർ എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 441/12 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1, 441/112 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1. ഏത് എഴുതിയാലും 1 ആയിരിക്കും. അതുകൊണ്ടാണ് ജനറലി ഇവിടെ എക്സ് എന്ന് കൊടുത്തത്. ഇത് ഏത് വന്നാലും ഉത്തരം 1-ലേ അവസാനിക്കത്തുള്ളൂ. ഇതുപോലെയാണ് 5നും. അതായത് 65x. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ കയറ്റി എഴുതിയാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5-ൽ അവസാനിക്കും. ഇതുപോലെയാണ് 36 136x. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ എഴുതിയാലും ഉത്തരം ഏതിൽ അവസാനിക്കും? 6-ൽ അവസാനിക്കും. അപ്പോൾ ഏതൊക്കെ വന്നാലാ മക്കളെ? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0യോ 1ഓ 5ഓ 6ഓ വന്നാൽ സംഖ്യയുടെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. ഏതൊക്കെ വന്നാലാ? പഠിച്ചേ 0, 1, 5, 6. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 1, 5, 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതുതന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന് കുറച്ച് ഉദാഹരണം, ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണേ. ഈ എക്സാമ്പിളും കൂടെ നോട്ടിലേക്ക് എഴുതിയേക്കണേ. അപ്പോൾ കുറച്ച് ഉദാഹരണം ചെയ്യാനാണെങ്കിൽ ശ്രദ്ധിച്ചോ മക്കളെ. 65/12 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ 5 അല്ലേ? കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നതുകൊണ്ട് അതിന് മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ 5 ആയിരിക്കും. ആണോ? യെസ്. 125/17 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തേക്കോ 5 ആണോ? 286/12 ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തേക്കോ 6. കാരണം ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ 6 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കോ 6 തന്നെയായിരിക്കും. ആണോ? യെസ്. അടുത്തത് 81/10 അല്ലേ? ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തേക്കോ 1 ആയിരിക്കും. ആണോ? 20/15 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തേക്ക് 0 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5ഓ അല്ലേ 6ഓ 1ഓ 0ഓ ഒക്കെ വന്നാലും അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. അത് ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിൻ്റെയൊക്കെ പഠിച്ചു? 0, 1, 5, 6ൻ്റെ പഠിച്ചു അല്ലേ? ഒരു സംഖ്യയുടെ അവസാനത്തേക്ക് 0, 1, 5, 6 വന്നാൽ അത് തന്നെ. ബാക്കിയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ആണോ? അപ്പം ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരാൻ ഇനി സാധ്യതയുള്ളത് 2, 3, 4, 7, 8, 9 ആണ്. ശരിയല്ലേ? ഇതാണ് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? 0, 1, 5, 6 വന്നാൽ അത് തന്നെയാണെന്ന് പഠിച്ചു, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനത്തെ അക്കമായി വരാൻ സാധ്യതയുള്ളത് 2, 3, 4, 7, 8, 9 ആണ്. ഇതാണ് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കമായി വരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? അത് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 4, 7, 8, 9 വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എല്ലാം സെയിം ആണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പം 2 വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണം 132 സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലേ? റേസ് ടു 143 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണുക എന്നാണ് ചോദ്യം. 132 റേസ് ടു 143 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 2 കിടക്കുന്നത് അല്ലേ മക്കളെ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 കിടക്കുന്നത്. ഇനി ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 വന്നാൽ, 3 വന്നാൽ, 4 വന്നാൽ, 7 വന്നാൽ, 8 വന്നാൽ, 9 വന്നാൽ എല്ലാം ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഈ 2 പുറത്തേക്ക് ഇറക്കി എഴുതുക. പുറത്തേക്ക് ഇറക്കി എഴുതി. ഇനി പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കണ്ടുപിടിക്കുക. പവറിൻ്റെ അവസാനത്തെ 2 അക്കം മാത്രം എടുത്താൽ മതി.
43 എന്ന് പറയുമ്പോൾ അവസാനത്തെ 43നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3. അതിവിടെ പവറാക്കി എഴുതി വെക്കുക. 2 ക്യൂബ് എത്രയാണ്? 8. അപ്പോൾ ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 ആയിരിക്കും. ചെയ്ത രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. 132 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് അത് പുറത്തേക്ക് ഇറക്കി എഴുതി. ഇനി അതിൻ്റെ പവർ ഒരു 3 അക്ക സംഖ്യ ആയതുകൊണ്ട് അവസാനത്തെ 2 അക്കം മാത്രം എടുത്താൽ മതി. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. ഈ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം മാത്രം എടുക്കുക. 43നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 3 ആണ്. ആ ശിഷ്ടം ഈ 2ൻ്റെ പവറായിട്ട് എഴുതി വെക്കുക. 2 ക്യൂബ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ഉത്തരം. 2 ക്യൂബ് 8 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം 8 ആണ്. അടുത്ത ചോദ്യം ചെയ്യട്ടെ, നോക്ക്. 83 മക്കളെ 154. ഓക്കെ ആണോ? ആണ്. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അല്ലേ? ഈ 3 പുറത്തേക്ക് ഇറക്കി എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? പവറിൻ്റെ അവസാനത്തെ 2 അക്കം എടുക്കണം. 54. ഇതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണണം. 52 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ബാക്കി 2 ശിഷ്ടം. അത് ഇതിൻ്റെ പവറാക്കി എഴുതുക. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 9 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ 24 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം കാണണം. നമ്മൾ നോക്കിയപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 മനസ്സിലായി. അത് പുറത്തേക്ക് ഇറക്കി എഴുതി. റെഡി? പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കാണുക. പവറിൻ്റെ അവസാന 2 അക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ 2 അക്ക സംഖ്യയാണ്. അപ്പം 30 തന്നെ എടുക്കുക. 30നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 28 കഴിഞ്ഞ് ബാക്കി 2. അതിവിടെ പവറാക്കി എഴുതുക. 4 സ്ക്വയർ എത്ര വന്നു? 16 ആണോ? അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 6 ആയിരിക്കും. അടുത്തത് പറയട്ടെ, 715 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 അല്ലേ? ആ 7 പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 12 കഴിഞ്ഞ് ബാക്കി 3. 7 ക്യൂബ് എത്രയാണ് മക്കളെ? കാണാതെ പഠിച്ചോ? 343. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3 ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ ചെയ്യട്ടെ. എല്ലാം ഒരേപോലെയാണ് ചെയ്യണേ. ഏതാ അടുത്തത്? 1428 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 അല്ലേ മക്കളെ? ആണോ? ആ 8 പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം, പവറിൻ്റെ അവസാനത്തെ 2 അക്കം എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ ഒരു പവർ ഒരക്കം അല്ലേ ഉള്ളൂ. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലേ? 8 കഴിഞ്ഞ് ബാക്കി 1. 8 എന്ന് പറഞ്ഞാൽ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 8 ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് 9 ചെയ്യേണ്ട രീതി. മനസ്സിലായോ? അപ്പം സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 4, 7, 8, 9 വന്നാൽ അത് പുറത്തേക്ക് ഇറക്കി എഴുതുക. പവർ 3 അക്കം ആണെങ്കിൽ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എടുക്കുക. 2 അക്കം ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എടുക്കുക. ഒരക്കം ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പവറാക്കി എഴുതുക. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. എൻ്റെ അമ്മേ, മനസ്സിലായോ മക്കളെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന് കുറച്ച് വ്യത്യാസം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെ വന്നാലോ? 43 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. അപ്പം നിങ്ങൾ 3 അല്ലേ ഒറ്റയുടെ സ്ഥാനത്ത് വന്നേക്കുന്നേ? അത് പുറത്തേക്ക് ഇറക്കി എഴുതും. പവറിൻ്റെ അവസാനത്തെ 2 അക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ്. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3/0 വന്നാൽ എത്രയാണ് മക്കളെ? ഉത്തരം 1 അല്ലേ? ഏതൊരു സംഖ്യയുടെയും പവർ 0 വന്നാൽ അതിൻ്റെ ഉത്തരം 1 ആയിരിക്കും. അറിയാത്തവരാണേലും അറിയാവുന്നവരാണേലും സൈഡിലേക്കൊന്ന് എഴുതി വെച്ചേരെ. ഒരു സംഖ്യയുടെ പവർ 0 വന്നാൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ 3/0 എന്നാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഉത്തരം 1 എഴുതിക്കണം. അടുത്തൊരു എക്സാമ്പിള്
147 ഇത് ചെയ്യാൻ വന്നാൽ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 7 അത് പുറത്തേക്ക് ഇറക്കി എഴുതി. 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണോ? 7⁻0 എന്ന് വന്നാൽ ഉത്തരം 1 എന്ന് എഴുതണം. അപ്പം വേറെ എക്സാമ്പിൾ 9⁻16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 9 ആണോ? ഒറ്റയുടെ സ്ഥാനത്ത് 9 വന്നാൽ പുറത്തേക്ക് ഇറക്കി എഴുതുക. പവറിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 9⁻0 എന്ന് വന്നാൽ ഉത്തരം എത്ര എന്ന് എഴുതണം? 1. അപ്പോൾ ഒരു സംഖ്യയുടെ പവർ 0 വന്ന ഉത്തരം 1 അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല, തെറ്റിപ്പോവാനൊന്നുമില്ല. എന്നാൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം മക്കളെ. ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. 62⁻12 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഈ 2നെ പുറത്തേക്ക് ഇറക്കി എഴുതണം. എഴുതി. പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 2⁻0 എന്ന് എഴുതുമ്പം നമുക്ക് 1 എന്ന് കിട്ടണം നമ്മൾ പഠിച്ച ക്രമത്തിൽ. പക്ഷേ ഇത് തെറ്റാ. യഥാർത്ഥത്തിൽ 2⁻0 1 ആണ്. പക്ഷേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1 വരില്ല. കാരണം 62⁻12 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 62 ഇൻറ്റു 62 ഇൻറ്റു 62 ഇൻറ്റു അങ്ങനെ 12 തവണ 62 ഗുണിക്കുമല്ലേ മക്കളെ? അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരു ഇരട്ട സംഖ്യ ആയിരിക്കുകയല്ലേ ഉറപ്പായിട്ടും. അവസാനത്തെ അക്കം 1 അവസാനിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ മക്കളെ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതൊരിക്കലും എന്തായാലും 1 അവസാനിക്കാൻ പോണില്ല. ഈ 62 ഇൻറ്റു 62 ഇൻറ്റു 62 12 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരു ഇരട്ട സംഖ്യയിൽ അവസാനിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ പഠിച്ചത് വെച്ച് 1 അവസാനിക്കുന്നു എന്നല്ല, തെറ്റാ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എക്സെപ്ഷനാണ്, പഠിച്ചു വെക്കണേ. 2⁻0 ഇതേപോലെ വന്നാൽ യഥാർത്ഥ ഉത്തരം 1 ആണെങ്കിലും നിങ്ങൾ എഴുതേണ്ട ഉത്തരം 6 എന്നാണ്. ഇതാണ് കറക്റ്റ്. ഇത് തെറ്റാണ് കേട്ടോ. 1 തെറ്റാണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. അപ്പോൾ 2⁻0 എന്ന് വന്നാൽ 2⁻0 എന്ന് വന്നാൽ നിങ്ങൾ എത്ര ഉത്തരം എഴുതണം? 6. ഇത് എക്സെപ്ഷനാണ്, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാരണം 2⁻0 യഥാർത്ഥത്തിൽ 2⁻0 1 ആണ്. കേൾക്കുന്നുണ്ടോ? പക്ഷേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് വരുമ്പം 2⁻0 എന്ന് കിട്ടിയാൽ 1 പകരം 6 എന്ന് എഴുതിയാലേ ശരിയാവത്തുള്ളൂ. ഇതുപോലെയാണ് ബാക്കിയുള്ള ഇരട്ട സംഖ്യകൾക്കെല്ലാം. നോക്ക്, 184⁻20 നമ്മൾ പറഞ്ഞ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? 4 പുറത്തേക്ക് ഇറക്കി എഴുതി 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 4⁻0 1 വരണം. പക്ഷേ മക്കളെ ഈ 184 20 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഉത്തരം ഒരിക്കലും 1 അവസാനിക്കില്ല. കാരണം ഇരട്ട സംഖ്യയിൽ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ 4⁻0 1 എഴുതിയാൽ തെറ്റാ. അതുകൊണ്ട് അതിന് പകരം ഉത്തരം 6 എന്ന് എഴുതിക്കണം. ഇതുപോലെ തന്നെയാണ് ഏതിനും 8നും. കണ്ടോ, 128⁸8 ഇത് 8⁻0 എന്നാണ് വരുന്നത്. അത് 1 ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ 128നെ 8 തവണ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ ഉത്തരം ഒരിക്കലും 1 അവസാനിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഏതെന്ന് എഴുതണം? 6 എന്ന് എഴുതണം. ഇത് എക്സെപ്ഷനായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഏതൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്? ഇരട്ട സംഖ്യകൾ വരുമ്പോഴാണ്. ഒറ്റ സംഖ്യകൾ വരുമ്പോൾ പ്രശ്നമില്ല മക്കളെ. കണ്ടോ, ഒറ്റ സംഖ്യകൾ വരുമ്പം ഇത് 3, ഇതിൻ്റെ പവർ 1 അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ 1 അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ മൾട്ടിപ്പിൾസ് 1 അവസാനിക്കുന്നതിന് കുഴപ്പമില്ല. ഒറ്റ സംഖ്യയുടെ കേസിൽ കറക്റ്റാണ്. പക്ഷേ ഇരട്ട സംഖ്യ വരുമ്പോൾ 2ഉം 4ഉം 8ഉം ഒക്കെ വരുമ്പം അതിൻ്റെ അവസാനത്തെ അക്കം ഒരിക്കലും 1 അവസാനിക്കില്ല. അപ്പോൾ അതെല്ലാം 6ലാണ് അവസാനിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. 2⁻0 വന്നാലും 6ആണ്. 4⁻0 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ 4⁻0 വന്നാലും 6ആണ്. 8⁻0 വന്നാലും 6ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളിൽ പറയണ കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, ഇത് നോർമലി ഉള്ളത് തന്നെയാണ്. 0 വന്നാൽ 1 തന്നെ. അപ്പോൾ അത് എക്സെപ്ഷൻ അല്ല. ഇവിടെ എക്സെപ്ഷനാണ്. 1 വരേണ്ട സ്ഥാനത്ത് നമ്മൾ 6 എഴുതാവുള്ളൂ. 2ഉം 4ഉം 6ഉം 8. 6 വരുമ്പോൾ പിന്നെ എപ്പോഴും 6 തന്നെയാണ്.
6 എന്നുള്ളത് ഇവിടെയല്ലേ വരുന്നത്, അത് 6 തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇവിടെ 2ഉം 4ഉം 8ഉം ഇരട്ട സംഖ്യകൾ വരുമ്പോൾ റേസ് 0 വന്നാൽ ഉത്തരം 6 എന്ന് എഴുതി വെക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്കിതിൻ്റെ കുറച്ച് കണക്കുകൾ ചെയ്യാം. ഈ നിയമങ്ങളൊക്കെ പഠിച്ചോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0156 വന്നാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് അത് തന്നെയായിരിക്കും. അപ്പോൾ 0156 വന്നാൽ അത് തന്നെ. 2നും 3നും 4നും 7നും 8നും 9നും ഒരേ നിയമം. സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്ക് 2ഓ 3ഓ 4ഓ 7ഓ 8ഓ 9ഓ വന്നാൽ പുറത്തേക്ക് ഇറക്കി എഴുതുക. പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പവറാക്കി എഴുതുക. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും ഉത്തരം. ഇനി പവർ 0 വന്നാൽ ഒറ്റ സംഖ്യകളാണെങ്കിൽ 1 തന്നെ എഴുതാം. ഇരട്ട സംഖ്യകളാണ് എങ്കിൽ അവിടെ 6 എന്നെഴുതണം, മറക്കരുത്. കണക്കുകൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ മക്കളെ. ചോദ്യം ഇതാണ്: 15 റേസ് ടു 12 ഇൻറ്റു 43 റേസ് ടു 27 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ആണോ? യെസ് മക്കളെ. 15 റേസ് ടു 12 ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 വന്നാൽ ഏതൊരു പവറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 തന്നെയായിരിക്കും. ഫസ്റ്റ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം ആണോ? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അല്ലേ വന്നേക്കുന്നത്, അപ്പോൾ രണ്ടാമത്തെ സെറ്റിൽ വരുന്നതാണ് ആണോ? അപ്പോൾ ആ 3 എടുത്തെഴുതി. ഇനി പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പവറാക്കി എഴുതണം. 27നെ 4 കൊണ്ട് ഹരിക്കുമ്പം 24, 4ൻ്റെ മൾട്ടിപ്പിൾ ശിഷ്ടം 3, 3ൻ്റെ ക്യൂബ് 27 വരും ആണോ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 7 അല്ലേ? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. അപ്പോൾ ഇത് രണ്ടും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7ഉം 5ഉം ഗുണിക്കുക 35. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്ത രീതി ക്ലിയർ ആണോ? 15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 5. 43ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാ? 7. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ 7ഉം 5ഉം കൂടെ ഗുണിക്കുക 35. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം: 412 റേസ് ടു 167 ഇൻറ്റു 524 റേസ് ടു 122 ഇൻറ്റു 616 റേസ് ടു 412 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഓക്കെ, ആദ്യം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാം. അതിനു വേണ്ടി ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലേ, അതുകൊണ്ട് രണ്ടാമത്തെ നിയമത്തിൽ വരും അല്ലേ. 2 പുറത്തേക്ക് ഇറക്കി എഴുതി. പവറിൻ്റെ അവസാനത്തെ അക്കം 67 അല്ലേ, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 64 കഴിഞ്ഞ് 3. 2ൻ്റെ ക്യൂബ് വരും. 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8 ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം ആണോ? 4 പുറത്തേക്ക് ഇറക്കി എഴുതി. കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 4 വന്നാൽ പുറത്തേക്ക് എഴുതുക. പവറിൻ്റെ അവസാനത്തെ രണ്ടക്കത്തെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 22നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2. 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നു ആണോ മക്കളെ? ഇനി ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നാൽ അതിന് മുകളിൽ ഏത് പവർ വന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയായിരിക്കും എന്ന് പഠിച്ചു. അപ്പം ആദ്യത്തേതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 8, അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6, അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 അല്ലേ? ഇനി ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ആദ്യം നമുക്ക് ഇത് രണ്ടും ചെയ്യാം. 6 8 48 വരും. ക്ലിയർ ആണോ? ഇനി ഈ 8ഉം ഈ 6ഉം കൂടെ വീണ്ടും ഗുണിക്കുക. 6 8 വീണ്ടും 48 വരും. അപ്പോൾ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതായിരിക്കും? 8 ആയിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. യെസ് മക്കളെ, 834 റേസ് ടു 113 ഇൻറ്റു 513 റേസ് ടു 328 ഇൻറ്റു 910 റേസ് ടു 23 അല്ലേ? യെസ്, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ 4 ആയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കി എഴുതി.
13നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1. സോ 4 കിട്ടും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഇവിടെ 3 ആയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കി എഴുതി. 28നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0. 3/0 വന്നാൽ 1 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. 3ൻ്റെ കേസിൽ 1 വരുന്നതിന് കുഴപ്പമില്ല. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 0 വന്നാൽ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 തന്നെ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4 × 1 4, 4 × 0 0. അപ്പോൾ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. കണ്ടോ മക്കളെ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന രീതി, ടെക്നിക്ക് മനസ്സിലായോ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്ന ചോദ്യങ്ങൾ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള ടെക്നിക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഇന്ന് നമുക്കിവിടെ നിർത്താം. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.